നമസ്തേ. മാർച്ച് തികയും മുമ്പ് എത്തുന്നു ഗജകേസരി യോഗം. രാശി 12 ഫലം 4 രാശിക്ക് മാത്രം. വേദ ജ്യോതിഷപ്രകാരം രാജയോഗത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഓരോ യോഗഫലങ്ങളും ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്നത്. അതിന് കാരണം പലപ്പോഴും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ തന്നെയാണ്. എന്നാൽ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരമാണ് ഇപ്പോൾ ഗജകേസരി യോഗം സൃഷ്ടിക്കുന്നത്. പലപ്പോഴും പല യോഗങ്ങളിലും ചന്ദ്രന്റെ സ്വാധീനം വളരെ വലിയ മാറ്റം സൃഷ്ടിക്കുന്നു. മാർച്ച് തുടക്കത്തിൽ തന്നെ ഗജകേസരി യോഗം സൃഷ്ടിക്കപ്പെടുന്നു. ഗജകേസരി യോഗം സൃഷ്ടിക്കുന്നതിന്റെ ഫലമായി അത് 12 രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നു. ഇത് എല്ലാ രാശിക്കാരിലും പക്ഷേ ഗുണാനുഭവങ്ങൾ അല്ല സൃഷ്ടിക്കുന്നത്. എങ്കിലും രാജയോഗം സൃഷ്ടിക്കുന്ന 4 രാശിക്കാരുണ്ട്. ഭാഗ്യം അവരുടെ ഉച്ചസ്ഥായിയിലാണ് ഉദിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അത്രയധികം ഗുണകരമായ മാറ്റങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത്. ആ ഭാഗ്യരാശികളെ കുറിച്ച് നമുക്കറിയാം. മേടം രാശി. മേടം രാശിക്കാരിൽ 2ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപപ്പെടുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം സൃഷ്ടിക്കുന്നു. പോസിറ്റീവ് എനർജി നിറയുന്ന അവസ്ഥ എപ്പോഴും ഉണ്ടാകും. കൂടാതെ നിങ്ങളുടെ ഊർജ നിലയിൽ പോലും മാറ്റം വരുന്നു. ചെയ്യുന്ന ജോലികളിൽ എല്ലാം വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. പഠന കാര്യങ്ങളിൽ നിങ്ങൾ മുന്നിലെത്തുന്നു. കൂടാതെ കുടുംബത്തോടൊപ്പം നല്ല സമയം പങ്കിടുന്നതിനും സാധിക്കുന്നു. സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നൽകുന്നു. സാമ്പത്തിക സാഹചര്യങ്ങൾ മികച്ചതായിരിക്കും. ഒരു തരത്തിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. മകരം രാശിയാണ് അടുത്ത രാശി. മകരം രാശിക്കാർക്ക് ഗജകേസരി യോഗം വളരെയധികം ഗുണപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരും. കൂടാതെ 11ാം രാശിയിലാണ് ഇവർക്ക് യോഗം തെളിയുന്നത്. മാത്രമല്ല സാമ്പത്തിക നേട്ടങ്ങളിൽ മികച്ച മാറ്റം തേടിയെത്തുകയും ചെയ്യും. ബിസിനസ്സിൽ നിക്ഷേപിച്ചതിൻ്റെ 3 ഇരട്ടി സ്വന്തമാക്കാൻ സാധിക്കും. മത്സരത്തിൽ എല്ലാം വിജയം കരസ്ഥമാക്കുന്നു. സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവും. ഭാവിയിലേക്കുള്ള നിക്ഷേപത്തെ പോലും ഇപ്പോൾ കണക്കാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കും. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ഈ സമയം സംഭവിക്കും. അടുത്ത ഗജകേസരി യോഗമുള്ള രാശി കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് 9ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. പലപ്പോഴും ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഇവർക്കൊപ്പം ഉണ്ടായിരിക്കും. സന്തോഷകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. പ്രണയിക്കുന്നവർക്ക് അതുവഴി അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സമ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യം പോലും ഇല്ല എന്നതാണ് സത്യം. ജീവിതം ഒരു നല്ല വഴിക്കാവുന്നതിൻ്റെ ഒരു സമയമാണ് കന്നി രാശിക്കാർക്ക് ഇത്. ഇനിയുള്ള രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാരിൽ 11ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. ഇത് ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നു. സന്തോഷകരമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നു. സാമ്പത്തിക സ്ഥിതി പിടിച്ചാൽ കിട്ടാത്തത്ര ഉയരത്തിൽ എത്തുന്നു. കടം കൊടുത്തതും വാങ്ങിയതും എല്ലാം തിരിച്ചു കിട്ടുകയും കൊടുക്കുകയും ചെയ്യുന്നു. ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാവും. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ അലട്ടുകയില്ല. മാർച്ച് മുതൽ അങ്ങോട്ട് ജീവിതത്തെക്കുറിച്ച് ഒരു തരത്തിലും ചിന്തിക്കേണ്ടി വരില്ല.
കൂടുതൽ സൗഭാഗ്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന്, അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ മറ്റു കാര്യങ്ങൾ അറിയുന്നതിനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.